ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സെൻറ് തോമസ് CSI ചർച്ച് ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൻ്റെ എല്ലാ ആശംസകളെയും ഏവരെയും അറിയിക്കുകയാണ്. സെൻറ് തോമസ് CSI ചർച്ച് ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ സ്ഥാപിതമായിട്ട് ഇപ്പോൾ ഏകദേശം 40 വർഷങ്ങളോളം അടുക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നിങ്ങളിൽ നിന്ന് ലഭിച്ച എല്ലാ സ്നേഹത്തിനും കരുതലിനും പിന്തുണയ്ക്കുമായി നന്ദിയും കടപ്പാടുകൾ ഈ സമയം അറിയിക്കുന്നു. അൽമഡ സ്കൂൾ റോഡിൽ ഒരു ആലയം ആരംഭിക്കുകയും അവിടെ ആരാധന നടത്തി വരികയും ചെയ്യുകയായിരുന്നു. എന്നാൽ വലിയൊരു ദേവാലയം സഭാജനങ്ങളുടെ വലിയ സ്വപ്നമായിരുന്നു. അങ്ങനെ ആ സ്വപ്നം 2023 സെപ്റ്റംബർ മാസം 3-ാം തീയതി പുതിയ ദേവാലയം പ്രതിഷ്ഠിക്കപ്പെട്ടതോടുകൂടെ സഫലമായി തീരുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ചിമ്മിനി റോക്ക് റോഡ് സൈഡിൽ 2023 സെപ്റ്റംബർ മാസം 3-ാം തീയതി മുതൽ CSI ജനങ്ങൾ ദൈവത്തെ ആരാധിച്ചു വരികയാണ്. ഈ സഭയുടെ നിർമ്മാണത്തിലേക്ക് സഹായിച്ച എല്ലാവരെയും ഈ സമയം നന്ദിയോടെ സ്നേഹത്തോടെ ഞങ്ങൾ സ്മരിക്കുന്നു. സഭയുടെ ഫണ്ട് റേസിങ്ങിൻ്റെ ഭാഗമായി 2024 മെയ് മാസം 5-ാം തീയതി ഇമ്മാനുവൽ മാർത്തോമ സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം 5:30-ക്ക് കേരളത്തിലെ മലയാള സംഗീത ലോകത്ത് ഏറ്റവും ശ്രദ്ധേയമായി സഭയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഫണ്ട് റേസിങ്ങിൻ്റെ ഭാഗമായി ഈ വരുന്ന മെയ് മാസം 5-ാം തീയതി വൈകുന്നേരം 5:30 മണിക്ക് ഇമ്മാനുവേൽ മാർത്തോമ സെൻറ്ററിൽ വെച്ച് ഒരു സംഗീത സന്ധ്യ നടത്തപ്പെടുന്ന വിവരം ഏവരെയും സ്നേഹത്തോടെ അറിയിക്കട്ടെ. മലയാള ക്രൈസ്തവ സംഗീത രംഗത്ത് ശ്രദ്ധേയനായിരിക്കുന്ന ശ്രീ ബിനോയ് ചാക്കോയും സംഘവും മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആലപിക്കുന്ന ഈ സംഗീത പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു സംഗീത പ്രോഗ്രാം മാത്രമല്ല, മലയാള ക്രൈസ്തവ ഗാനരംഗത്ത് ഏറ്റവും ശ്രദ്ധേയനായിരിക്കുന്ന ശ്രീ ബിനോയ് ചാക്കോയും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത പരിപാടിയും അതേ തുടർന്ന് ക്രിസ്തീയ പ്രോഗ്രാമുകളും ചേർത്തിണക്കിയ ഈ സംഗീത നിശയിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് വെറും ഒരു സംഗീത നിശ മാത്രമല്ല, നമ്മുടെ സൗഹാർദ്ദത്തിൻ്റെയും കൂട്ടായ്മയുടെയും പരസ്പര സഹകരണത്തിൻ്റെയും ഒരു മുഹൂർത്തവും കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകി ഈ പ്രോഗ്രാം വിജയിപ്പിക്കണമെന്ന് ഏവരോടും സ്നേഹത്തോടെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.